എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രവാദ്യ വിദ്യാലയത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോണത് പൂജ കൊട്ടിൽ ഉപയോഗിക്കുന്ന കൂറ്, അതായത് ത്രിപുട താളത്തിൽ, ത്രിപുട 7 അക്ഷര താളത്തിൽ കൊട്ടുന്ന കൂറ്. ഇത് എപ്പോഴൊക്കെയാണ് കൊട്ടുക വെച്ചാൽ 5 പൂജകളിൽ ഉഷപൂജ ഉള്ള ക്ഷേത്രത്തിൽ ഉഷപൂജയ്ക്ക് ദേശാക്ഷി രാഗത്തിൽ പാടിക്കഴിഞ്ഞാൽ, ത്രിപുട താളത്തിൽ പാടിക്കഴിഞ്ഞാൽ ഈ കൂറ് കൊട്ടാറുണ്ട്. ദീപാരാധന സ്വതവേ പൂജ അല്ലെങ്കിലും നാട്ടരാഗത്തിൽ പാടി കഴിയുമ്പോഴത്തേക്ക് ഇതേ കൂറ് കൊട്ടാറുണ്ട്. പിന്നെ അത്താഴപൂജയ്ക്കുമാണ് ഈ കൂറ് ഒരു ദിവസം 5 പൂജകളിൽ ക്ഷേത്രങ്ങൾ പ്രയോഗിക്കുന്നത്. ഇതിൻ്റെ ശേഷം ഒരു കൊട്ടിവെപ്പിൻ്റെ ചൊല്ലുകൂടെ 8 അക്ഷര താളത്തിൽ. അത് ആദ്യ താളമൊന്നും സോപാന വഴിയിൽ പറയുകയാണെങ്കിൽ ചെമ്പടവട്ടം 8 അക്ഷരം. കർണാടക സംഗീതക്കാരുടെ ഭാഷയെ പറയുമ്പോൾ ചതുരസ്ര ജാതി ത്രിപുട എന്ന് പറയും. പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് മുത്തായി പായിട്ട് നമ്മൾ കൊട്ടിവെപ്പാണ് കൊട്ടാറുള്ളത്. അതിൽ 8 അക്ഷരത്തിൽ നേരത്തെ പറഞ്ഞ ചെമ്പട താളത്തിൽ കൊട്ടിവെപ്പാണ് ഇപ്പോൾ കേട്ടത്. ശേഷം അടുത്ത വീഡിയോ.